ഇന്ന് ചോറിന് പറ്റിയൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക കൊണ്ടൊരു ഫ്രൈ ആണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയായിരിക്കും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് എരിവൊന്ന് കുറച്ചാൽ മതി, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ പെട്ടെന്ന് നമ്മൾ സാധാരണ കറികളൊക്കെ പെട്ടെന്ന് കേടുവരുന്നത് പോലെ ഇത് പെട്ടെന്ന് കേടുവരത്തില്ല. അതുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. വെണ്ടയ്ക്കയെല്ലാം നന്നായി കഴുകി വൃത്തിയായതിനു ശേഷം അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിന് ഒരു നീളത്തിൽ ഇതേപോലെ 4 പീസ് ആവണത് പോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് തീരെ കനം കുറച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 1/2 കിലോ വെണ്ടയ്ക്കയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഈ ഒരു ബൗളിൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബൗളിലുള്ള ക്വാണ്ടിറ്റി മുളക് പൊടി നമ്മുടെ ആവശ്യത്തിൻ്റെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഇതിൽ 3 സ്പൂൺ ഇടാൻ പോണത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. നമ്മൾ പിന്നെ വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്, അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയാണിത്. നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും. വറ്റൽമുളക് ഞാൻ 4 എണ്ണം ആണ് എടുത്തിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ വറ്റൽമുളകും അതുപോലെ മുളക് പൊടി നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ കടുകും നമുക്ക് കുറച്ച് 1/2 സ്പൂണോ 3/4 സ്പൂണോ കടുകിട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയതാണ്. ഒരു മീഡിയം സൈസ് തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ വെണ്ടയ്ക്ക് വഴറ്റി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ നമ്മൾക്ക് അതിനനുസരിച്ച് തേങ്ങ ഇട്ടാൽ മതി. അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു 3 സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഗ്യാസ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ആക്കി വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുറേ നേരം വഴറ്റിയിട്ട് അതിൻ്റെ പശയൊന്ന് പോണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പക്ഷേ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇളക്കേണ്ടി വരും. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും അതിൻ്റെ പശയൊക്കെ ഒന്ന് നന്നായി മാറിക്കിട്ടും. ഇപ്പം ഞാനത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ അതിൻ്റെ ഒരുവിധം പശയൊക്കെ പോയിട്ടുണ്ട്. ഇനി കുറച്ച് പശയുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് ഗ്യാസ് ഓഫാക്കാം. കാരണം നമ്മളിനി ഒന്നുകൂടെ അതിനെ നന്നായി ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പശയൊക്കെ പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിക്കോളും. വഴറ്റിയ വെണ്ടയ്ക്കയെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെണ്ടയ്ക്ക മുറിച്ച് വെച്ചത് ഒരു ബൗൾ ഏകദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വഴറ്റിയപ്പോൾ ഒരു 3/4 ബൗളോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ ചേർത്താൽ മതി കേട്ടോ. 3/4 ബൗളോളം തേങ്ങയും ചേർത്ത് കൊടുക്കുക അതിലേക്ക്. വെണ്ടയ്ക്ക വഴറ്റി വന്നപ്പോൾ അതൊരു ക്വാണ്ടിറ്റി കുറഞ്ഞ് 3/4 ബൗളോളമായി. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങയും അതിനനുസരിച്ച് ചേർക്കുന്നത്. പിന്നെ നമ്മൾക്കിതിലേക്ക് മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. സ്പൂൺ യൂസ് ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് കൈ തന്നെ യൂസ് ചെയ്താൽ വെണ്ടയ്ക്കയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരും. അതിനുശേഷം വേറൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് 4 സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വറ്റൽമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം വെണ്ടയ്ക്ക നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ള തേങ്ങയും മസാലയൊക്കെ ചേർത്തിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് വെണ്ടയ്ക്ക ഞാൻ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഇളക്കി കൊടുത്തപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് പോരായിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യണേ.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു സൂൺ.